2-3 ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയിട്ടാണ്. അപ്പോൾ ഇവർ ഇടി പിടിച്ച് കഴിക്കണത് എന്താണെന്ന് അറിയാമോ? ലോഡഡ് ഫ്രൈസ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടാന്ന് വിചാരിച്ച്. നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കുക. ആ ചിക്കനിലോട്ട് കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടോട്ടാ. വേറെ നമ്മൾ എരിവുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. കുരുമുളക് ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ അതിട്ട് പുരട്ടി അതുകൊണ്ട് 10 മിനിറ്റ് എല്ലാണ്ട് കൂട്ടിക്കൊഴിച്ചൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ലോഡഡ് ഫ്രൈസ് നമുക്ക് എന്ത് വേണം? ഫ്രഞ്ച് ഫ്രൈസ് വേണം. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കേണ്ടത് എളുപ്പമുള്ള ഉണ്ടാക്കാൻ. ഇപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചീവിയിട്ട് തണുത്ത വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല, ഉരുളക്കിഴങ്ങിൻ്റെ ആ കളറില്ല, അത് മാറിയിട്ട് ഒരു വെള്ള കളറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? അത് ഊറ്റി വെന്ത് വരുതിട്ടാ അതൊന്നും ആ വെള്ള കളറാകുമ്പോഴത്തേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ നേരം കൊണ്ട് ഞാൻ ചട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിന് നല്ലത്. വെളിച്ചെണ്ണേനെക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ ചിക്കൻ പുരട്ടി വെച്ചത് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ എടുക്കണ നേരത്തെ ഇച്ചിരി എന്താണ് പറയുക, മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ടിങ് പോലെ കിട്ടും. അത് മാറ്റി ഫ്രഞ്ച് ഫ്രൈസും വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിനകത്തോട്ട് 1 സ്പൂൺ മൈദ ഇട്ട് നല്ലതുപോലെ ഈ പരുവത്തിലാക്കിയെടുക്കണം. എന്നിട്ട് 1 കപ്പ് പാലെടുത്തിട്ട് ഇച്ചിരി ആയിട്ട് ഒഴിച്ച് ആ കട്ട ഇങ്ങനെ ലൂസാക്കി എടുക്കണം. കണ്ടാ, കട്ട ലൂസായി വരുന്നതനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1 കപ്പ് ഫുൾ ഒഴിച്ച് അതിങ്ങനെ ഇളക്കി കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ ചില്ലി ഫ്ലേക്സ് ഇവിടെ നിന്നല്ല, ഞാനൊരു ഭംഗിക്കൊണ്ട് ഇട്ട് കൊടുത്താണ്. ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാതെന്ന് പറഞ്ഞാൽ ഞാനതൊന്നും ഇട്ടില്ല. എന്നിട്ട് അത് നല്ലതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കും ചീസ് ഇട്ട് കൊടുക്കണം. ചീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മൾ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടില്ലേ, 5 എണ്ണത്തിൻ്റെയൊക്കെ പാക്കറ്റ് ഇട്ടൂലേ, സാധാരണ സ്ലൈസസ്, ചീസ് സ്ലൈസ്, അതിട്ട് കൊടുക്കാം. പ്ലെയിനാണ് ഞാൻ കൊടുത്തത്. ചെഡാർ ചീസൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെഡാർ അമോസ്ട്രലിലൊക്കെ കിട്ടും. എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല, ഇതായിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുറുക്കി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ അത് പ്ലേറ്റ് ചെയ്യണം. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കണേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യാൻ കാണിച്ചിട്ടാ. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രഞ്ച് ഫ്രൈസ് നിരത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇച്ചിരി മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് ആ മയോണൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തോടെ നമ്മളുണ്ടാക്കിയ വൈറ്റ് സോസ് ഇല്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ ഇതുപോലെ, അതായത് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ, മയോണൈസ്, അങ്ങനെ നമ്മൾ ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായ? എന്നിട്ട് കഴിക്കാൻ നേരത്തെ ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനം മാറി നിൽക്കും. നിങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം കമൻ്റായിട്ട് പറയണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കും. അപ്പോൾ ശരി, ഓക്കെ.